ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ കട്ടിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൈനിങ് ചുരിദാറാണ്. നമുക്ക് ഒരു ചുരിദാറിൽ നിന്നും അളവെടുത്ത് ലൈനിങ് ചുരിദാർ കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനതിന് മെയിൻ ചുരിദാർ പീസും ലൈനിങ്ങും അതിലാവശ്യമായിട്ടുള്ള സിബും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അളവ് ചുരിദാർ എങ്ങനെ അളന്നെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ടാപ്പ് എടുത്തു വച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബുക്കും പേനയും വെച്ചിട്ടുണ്ട്. നമുക്ക് ഷോൾഡറിൻ്റെ മേൽഭാഗം മുതൽ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് നീളം ഒന്ന് അളന്നെടുക്കണം. താഴ്ഭാഗം വരെ നമുക്ക് നീളം അളന്നെടുക്കാം. 41.5 ഇഞ്ചാണ് ഇറക്കം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് അടയാളപ്പെടുത്തുക. എന്നിട്ട് വണ്ണം അളന്നെടുക്കാം. ചെസ്റ്റാണ് നമ്മൾ അളക്കുന്നത്. ചെസ്റ്റ് ഒരു കൈക്കുഴിയുടെ താഴ്ഭാഗത്തെ സ്റ്റിച്ചിൽ നിന്നും മറ്റേ കൈക്കുഴിയുടെ താഴ്ഭാഗത്തെ സ്റ്റിച്ചിലേക്ക് വലിച്ചു പിടിച്ചിട്ട് അളന്നെടുക്കുക. 18 നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഷോൾഡർ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് അടുത്ത സ്റ്റിച്ചിൻ്റെ നേരെ വെച്ചുകൊണ്ട് അളന്നെടുക്കണം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 14.5. അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് റിഗാളിൻ്റെ ഭാഗമാണ്. റിഗാൾ കൈക്കുഴിയാണ് നമ്മൾ അളന്നെടുക്കുന്നത്. കൈക്കുഴി ഇങ്ങനെ ടാപ്പ് വെച്ചിട്ടൊന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അളവ് കിട്ടും. 2 കൈയും നമുക്ക് അളന്ന് നോക്കണം. കാരണം ഒരു കൈ ചില ആളുകൾക്ക് അത് കുറവായിരിക്കും, ചില ആളുകൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടും അളന്നിട്ട് രണ്ടിൻ്റെയും ഒരു സെയിം ആണോ എന്ന് നോക്കിയിട്ട് നമുക്കത് അടയാളപ്പെടുത്തണം. അപ്പോൾ റിഗാൾ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 7 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്ത് നിന്നും ഒരു 14 ഇഞ്ചിൽ ഒന്ന് അടയാളപ്പെടുത്തുക. ചെസ്റ്റിൻ്റെ സെൻറ്റർ വണ്ണം കിട്ടാനാണിത്, ഷേപ്പ് കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. 14.5 അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് വണ്ണം ഒന്ന് അളന്നെടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വണ്ണം 14.5. അപ്പോൾ അതവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റായിട്ട് വേണ്ടത് പൊളിവ് ഭാഗം എത്രത്തോളം നീളം വരുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ കൈക്കുഴിയുടെ താഴ്ഭാഗത്ത് വെച്ചിട്ട് പൊളിവിൻ്റെ ഷേപ്പിലേക്കൊന്ന് ടാപ്പ് വെച്ച് കൊടുക്കണം. നമുക്കിവിടെ 13 കിട്ടിയിട്ടുള്ളത്. ആ 13ൻ്റെ ആ ഭാഗം, അതായത് നമ്മുടെ സ്ലിറ്റ് വരുന്ന ആ ഭാഗം ഒന്ന് ഇതുപോലെ വീതി വണ്ണം അറിയുന്നതിന് വേണ്ടിയിട്ടൊന്ന് അളന്നെടുക്കണം. നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത് 18. അപ്പോൾ 18 സ്ലിറ്റ് വണ്ണം എഴുതി കൊടുക്കുക. ഇനി നമുക്ക് താഴ്വശം ഒന്ന് അളന്നെടുക്കണം. താഴ്വശത്തിൻ്റെ വീതി നമുക്ക് വരുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ 17 ഇഞ്ച് നമുക്ക് എഴുതണം താഴ്ഭാഗത്തെ വണ്ണം. ഇനി നമുക്ക് കൈ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ നീളം ഒന്ന് അളന്നെടുക്കാം. നമുക്ക് കൈ നീളം വരുന്നത് 14.5 ഇഞ്ച്. അതുപോലെ തന്നെ അതിൻ്റെ റിഗാൾ ഭാഗത്തെ വണ്ണം അളന്നെടുക്കണം. റിഗാളിൻ്റെ വണ്ണം വരുന്നത് നമുക്ക് 6.25 ഇഞ്ചാണ്. അതുപോലെ നമുക്ക് 6.25 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി ചുരിദാർ നമുക്ക് ഒന്ന് നേരെ വെച്ചുകൊണ്ട് നമുക്ക് കഴുത്തിൻ്റെ അകലവും ഇറക്കും എടുക്കണം. നമുക്ക് കഴുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വീതി കണക്കാക്കി എടുക്കാം. കഴുത്ത് നമുക്ക് വീതി 7 ഇഞ്ചും ഇറക്ക് 5 ഇഞ്ചുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഇട്ടിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ അളവെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെ ടൈലിൻ്റെ ഒരു വര ഉണ്ടല്ലോ, ആ വരയിൽ വെച്ച് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ച് കയറ്റി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിന് അളവെടുക്കാം. കറക്റ്റ് 5.5 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ട് പീസിൻ്റെ ഇറക്കം നമുക്ക് 5.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. വീതി 7 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 3.5 ഇഞ്ച് നമുക്ക് കഴുത്ത് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കൈയിൻ്റെ ഇറക്ക് വശം ഒന്ന് അളന്നെടുക്കാം. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 4.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്ക് വശം കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ അളവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെങ്ങനെ അളവ് കറക്റ്റ് ലൈനിങ്ങിൽ വരക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ലൈനിങ് എടുത്ത് വെക്കുന്നുണ്ട്. ഈ ലൈനിങ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ 2-4 പീസാക്കിയിട്ട് മടക്കിയെടുക്കണം. ഇങ്ങനെ നടുമടക്കിയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതൊന്ന് 2 പീസാക്കിയിട്ട് അങ്ങനെ 4 മടക്ക് നമുക്കതിൽ 2 മടക്കാക്കി കഴിഞ്ഞാൽ 4 പീസാക്കിയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ നിവർത്തിയിടുക.
ഇനി നമുക്ക് ടോട്ടൽ വണ്ണം കിട്ടിയിട്ടുള്ളത് 41.5 ഇഞ്ചാണ്. ഈ 41.5 നമുക്ക് ലൈനിങ്ങിൽ വെട്ടുമ്പോൾ നമുക്കത് 2 ഇഞ്ച് കുറച്ച് വെട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് ലൈനിങ് അതിൻ്റെ മെയിൻ പീസിൻ്റെ ഒപ്പം നമുക്ക് വെട്ടിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കതിൽ 2 ഇഞ്ച് കുറച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ താഴ്വശം മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ ലെങ്ത്തായിട്ട് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള അളവ് 41 ഇഞ്ചാണ്. 41 ഇഞ്ചാക്കിയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര നമുക്ക് വരച്ച് കൊടുക്കണം. ഇതാണ് നമുക്ക് ലൈനിങ്ങിൽ വരുന്ന മൊത്തം ഇറക്ക് വരുന്നത്. ഇനി നമുക്ക് ഷോൾഡർ വരുന്നത് 14.5, അതിൻ്റെ പകുതി 7.25 വെച്ചിട്ട് നമുക്കതൊരു മാർക്ക് കൊടുക്കാം. ആ 7.25 നിന്നും താഴത്തോട്ട് നമുക്ക് റിഗാള് 7 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്, അതൊന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്കതൊന്ന് ആ പോയിൻറ്റുകളൊന്ന് യോജിപ്പിച്ച് വരച്ച് കൊടുക്കണം. വരച്ചതിന് ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് നോക്കണം. ചെസ്റ്റ് വരുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ 18ൻ്റെ പകുതി വരുന്നത് 9 ഇഞ്ച്. ആ 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ചെസ്റ്റ് 9 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വിട്ട് കൊടുക്കണം. ഇനി അതിന് ശേഷം നമുക്ക് അതൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കൊരു കർവ് രൂപം, നമുക്ക് കൈക്കുഴി ഒരു കർവ് രൂപത്തിൽ ആ പോയിൻറ്റുകളൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഷോൾഡറിൽ നിന്നും താഴത്തോട്ട് നമുക്ക് അളവെടുക്കുമ്പോൾ കാണിച്ചതുപോലെ ഒരു 14 ഇഞ്ച് താഴത്തോട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ആ പോയിൻറ്റിൽ നിന്നും നമുക്ക് ഷേപ്പ് വണ്ണം അളന്നെടുക്കണം. ഷേപ്പ് വണ്ണം നമ്മൾ അളന്നത് 14.5 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി 7.25 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് സ്ലിറ്റ് ഭാഗമാണ് അടയാളപ്പെടുത്തേണ്ടത്. സ്ലിറ്റ് ഭാഗം നമുക്ക് കിട്ടിയിട്ടുള്ളത് 13 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ച് കൈക്കുഴിയുടെ ആ ഒരു അളവിൽ നിന്ന് 13 ഇഞ്ച് താഴത്തോട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഒരു അടയാളത്തിലേക്ക് നമുക്ക് സ്ലിറ്റിൻ്റെ അളവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 17 ഇഞ്ചാണ്. അപ്പോൾ 17 ഇഞ്ചിൻ്റെ പകുതി നമുക്ക് അടയാളപ്പെടുത്താം. എന്നിട്ട് 1 ഇഞ്ചാണ് നമുക്ക് ഇവിടെ തയ്യൽ തുമ്പിടേണ്ടത്. മേൽഭാഗത്ത് 1.5 ഇഞ്ചും താഴത്തോട്ട് 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് ഒരു മെയിൻ പോയിൻറ്റുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് താഴത്തെ വണ്ണം നമുക്ക് കിട്ടിയിട്ടുള്ളത് 18 ഇഞ്ചാണ്. ആ 18 ഇഞ്ച് നമുക്ക് താഴത്തെ ഭാഗത്ത് പകുതിയായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ 18ൻ്റെ പകുതി 9 ഇഞ്ച് നമുക്ക് താഴ്ഭാഗത്ത് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് വിട്ടതുപോലെ ഇവിടെയും 1 ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ പോയിൻറ്റുകളൊന്ന് യോജിപ്പിച്ച് വരച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യൽ തുമ്പ് കൂട്ടി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പേ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കണം. സെൻറ്റർ കറക്റ്റ് ആവാനും ഒക്കെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒരു 1/4 ഇഞ്ച് ചെരിച്ച് വെട്ടി കൊടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗം നമുക്കൊന്ന് ചെരിഞ്ഞ് കിട്ടാനാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പൊളിവിൻ്റെ ഭാഗത്തും കൈക്കുഴിയുടെ ഭാഗത്തും ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കണം. നമുക്ക് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് റിഗാളിൻ്റെ ഭാഗം ഒന്ന് ഇതുപോലെ അളന്നെടുത്തിട്ട് അത്ര വരുന്നുണ്ടോ എന്ന് നോക്കണം. വെച്ച് കൊടുക്കുക. ടാപ്പ് വെച്ച് കൊടുത്തിട്ട് അര ഇഞ്ച് കയറ്റി പിടിച്ചിട്ട് നമുക്കതൊന്ന് വെച്ച് അളന്ന് നോക്കണം. അങ്ങനെ അറിയാൻ സാധ്യതയില്ലാത്തവർ ഇതുപോലെ കൈ മേൽഭാഗം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മെല്ലെ തിരിച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റ് അളവ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ലൈനിങ്ങിൽ നിന്നും കൈ പീസ് വെട്ടിയെടുക്കണം. ഇതുപോലെ 4 മടക്കിയതിന് ശേഷം നമുക്ക് കൈയുടെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് 14.5 ഇഞ്ചാണ്. 14.5 കൂടി 1/2 ഇഞ്ച് റിഗാളുടെ ഭാഗത്ത് തയ്യൽ തുമ്പായിട്ട് പോകും. നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് താഴ്വശം 1 ഇഞ്ചും വിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈ നീളം മൊത്തം ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ 16 ഇഞ്ച് ഞാനിവിടെ ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്ത് നിന്നും ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഒരു പോയിൻറ്റിലേക്ക് നമുക്ക് ഒരു കർവ് വരച്ച് കൊടുക്കണം. റിഗാളിൻ്റെ ഷേപ്പ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചുരിദാറിന് കൈ വെച്ചോ അല്ലെങ്കിൽ അളവ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അത് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ച് ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെ കറക്റ്റ് നിവർത്തി വെച്ച് കൊടുത്ത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് ഒരു അടയാളപ്പെടുത്തുക. അതുപോലെ ഒരു 1.25 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലെ വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈയുടെ അളവ് കിട്ടുന്നതാണ്. ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പോയിൻറ്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ടിങ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ആ ഒരു മെയിൻ ഭാഗത്ത് ഒന്ന് കട്ടിങ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട് പീസ് 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കണം. കറക്റ്റ് ചുളിവുകളില്ലാതെ ചുരിദാർ നമ്മുടെ ദേഹത്ത് ശരിക്ക് കിടക്കാനാണ് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൈയും അതുപോലെ തന്നെ മെയിൻ ബോഡി പീസും തമ്മിലൊന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റ് ആ ഒരു 2 കട്ടിങ്ങും കറക്റ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമുക്ക് ഇതിൽ നിന്നും മാറ്റി തിരിച്ചിട്ട് ഒരു 1/4 ഇഞ്ച് നമുക്ക് ഫ്രണ്ട് പീസും ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ലൈനിങ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ചുരിദാറിലെ ലൈനിങ് പീസ് ഫ്രണ്ട് പീസാണ് ഇത്. അതുപോലെ തന്നെ ഇത് ബാക്ക് പീസുമാണ്. അപ്പോൾ നമ്മുടെ 2 പീസും അതുപോലെ കൈയും വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ചുരിദാറിൻ്റെ പീസ് ഇത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു വർക്കുള്ള നെക്കാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടതിന് ശേഷം ആ സെൻറ്റർ ഭാഗം പിടിച്ചുകൊണ്ട് നമുക്കതിൻ്റെ ചുരിദാറിൻ്റെ സെൻറ്റർ മടക്കിയിടണം. അതിൻ്റെ സെൻറ്റർ നമുക്ക് അളന്നതിന് ശേഷം അത് 7 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കതിൻ്റെ സെൻറ്റർ പിടിച്ച് നമുക്കതൊന്ന് നടുമടക്കി കൊടുക്കാം. ഇപ്പം ഞാനിവിടെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് നമുക്ക് ഒരു വർക്ക് വരുന്ന ഭാഗം ഫ്രണ്ട് പീസാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതാ ഫ്രണ്ടിൻ്റെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് അതേ കറക്റ്റ് ലെവലിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് നമുക്ക് ചുരിദാർ അളന്നപ്പോൾ കിട്ടിയത് 41.5 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടിയത്. ആ ഒരു 41.5 ഇഞ്ച് നമുക്ക് ഇവിടെ അളന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് താഴ്ഭാഗത്ത് വരച്ച് എടുക്കണം. ലൈനിങ് കുറച്ച് കയറി നിൽക്കുന്നത് മിക്ക ആൾക്കാർക്ക് അറിയാവുന്നതാണ്. ചുരിദാർ ലൈനിങ് കുറച്ച് കയറി നിൽക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടേണ്ടത് മെയിൻ പീസിലാണ്. അപ്പോൾ മെയിൻ പീസിൽ 41.5 ഇഞ്ച് മെയിൻ പീസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു അളവിൽ വെച്ചിട്ട് നമുക്ക് വരച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മെയിൻ ഫ്രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ഇതുപോലെ 2 മടക്കി ഇട്ടിട്ട് ബാക്ക് പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെയും 41.5 ഇഞ്ച് നമുക്ക് മെയിൻ പീസിൻ്റെ ലെങ്ത്ത് അളന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതാ മെയിൻ പീസ് ബാക്ക് പീസ് വെച്ചിട്ടുണ്ട്. 41.5 ഇഞ്ച് അളന്നിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് കട്ടിങ് ചെയ്തെടുക്കാം. കറക്റ്റ് സെൻറ്റർ ഭാഗം കറക്റ്റ് ലെവലിലേക്ക് വെച്ച് കൊടുക്കണം. ഒന്ന് കയറി ഇറങ്ങിയിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. ഓക്കെ, നമ്മളിരിക്കുന്ന ആ വശം ഉണ്ടല്ലോ അവിടെ കയറി ഇറങ്ങിയിരിക്കാൻ പാടില്ല.
ബാക്കും അതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ പീസാണ് വേണ്ടത്. കൈക്ക് ഇതുപോലെ വർക്കുള്ളൊരു പീസാണ് നമുക്ക് ചുരിദാർ ബിറ്റിൽ വന്നിട്ടുള്ളത്. അതിപ്പോൾ ആ ഒരു വർക്ക് നമുക്ക് കൈയിൻ്റെ താഴ്വശത്തേക്ക് വരണ രീതിയിൽ കൈയുടെ ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനുള്ള ഒരു രീതിക്കാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് ചുറ്റുഭാഗം ഒന്ന് കട്ടിങ് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് 2 കൈകളും വെട്ടിയെടുക്കാം. മെയിൻ പീസ് കുറച്ച് കൂടി നിന്നാലും കുഴപ്പമില്ല. ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് മെയിൻ പീസ് വെട്ടിയെടുത്താലും നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ബാക്കി വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കട്ടിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. സിബ് വെച്ചിട്ടാണ് ഞാൻ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനു വേണ്ടി നമുക്ക് കഴുത്ത് മടക്കി തയ്ക്കാനുള്ള ഒരു 2 പീസ് ബാക്കിനും ഫ്രണ്ടിനായിട്ട് നമുക്ക് കട്ടിങ് ചെയ്തെടുക്കണം. ബാക്ക് ക്യാൻവാസ് വെക്കാനുള്ള 2 പീസാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സിബ് വെക്കുന്നതിനായിട്ട് സിബിൻ്റെ നീളത്തിലുള്ളൊരു പീസ് 3.5 ഇഞ്ച് വീതി 3.5 ഇഞ്ചും സിബിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു പീസ് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നതാണ്. ഇനി എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് വിജയിപ്പിച്ച് തരണം. ഓക്കെ, താങ്ക് യു.